ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് ഓയിസ്റ്റർ മഷ്റൂം കറി ഉണ്ടാക്കാം. അതിനായി ഒരു കടായി എടുത്ത് അത് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. സോട്ട് ചെയ്ത് അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരണം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്ന ഒരു ബ്രൗൺ കളർ ആവുന്നത് വഴണ്ടി വരിക. ആ ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തക്കാളി ഒന്ന് വാടി വരാൻ വേണ്ടി നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. മൂടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമായ പൊടികൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറി മസാല, പെരുംജീരകത്തിൻ്റെ പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അതിൻ്റെ റോസ്റ്റ് മണം മാറുന്ന വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വറുത്ത് അതിൻ്റെ റോസ്റ്റ് മണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ മാറ്റി അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മഷ്റൂം ഒന്ന് മഷ്റൂമായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇടയ്ക്ക് സെറ്റാക്കി വരുമ്പോഴത്തേക്കും ആവശ്യത്തിന് ഇനിയും വെള്ളം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നമ്മളൊന്ന് മൂടി വെക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വേവാനും എനിക്കധികം സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേറൊന്നുമില്ല. അതിലേക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.